നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മുണ്ട് ഇവിടെ വെച്ചിരുന്നാണല്ലോ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരാത്? നീ എന്താ ഇവിടെ? പറയാം. ആദ്യം ഈ മുണ്ടുടുക്ക. എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നാണോ കരുതിയിരിക്കുന്നത്? കാണിക്കും. ഹരിയുടെ മുമ്പിൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ തന്നെയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനുവാദം ചോദിക്കാതെ എന്റെ മുറി കയറലെന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. അനുസരണയില്ലാത്തൊരു കുട്ടിയായിട്ട് കണ്ടാ മതി. വേണമെങ്കിൽ ശാസിച്ചോളൂ, അല്ലെങ്കിൽ തല്ലിക്കോളൂ. ചടങ്ങ് കഴിയുന്നത് വരെ ഞാനിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാലോ. ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ കാണുന്നു അല്ലേ? നിന്നോട് പുറത്തേക്ക് പോകാനാ പറഞ്ഞത്, അല്ലെങ്കിൽ പുറത്ത് ആളുണ്ടെന്നുള്ള കാര്യം ഞാൻ നോക്കില്ല കേട്ടോ. കൂൾ. ഞാൻ ഇറങ്ങുക. പെട്ടെന്ന് പുറത്തേക്ക് വാ, ഫംഗ്ഷൻ തുടങ്ങണ്ടേ? ഞാൻ ഒരുപാട് വലിയ വലിയ ഫംഗ്ഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും സന്തോഷത്തോടെ ഞാൻ ഒരു ചടങ്ങിലും പങ്കെടുത്തിട്ടില്ല. അളവില്ലാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു, അതെന്നെ തിരിഞ്ഞു കൊത്തി, അത്ര തന്നെ. അമ്മ, ഞാൻ മനഃപൂർവ്വം കുടിച്ചതല്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എവിടെയാണ് പോയെ? ആരുടെ കൂടെ പോയെ? ആരാ ഇതൊക്കെ നിന്നോട് ചെയ്ത്? മോളെ നിന്റെ ആങ്ങളെ എന്നുള്ള നിലയില് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണല്ലോ എല്ലാവരുടെ ആക്ഷേപം. അത് ഞാനിപ്പോ തീർത്തു തരാം. നിന്നെ ആരടി ചതിച്ചത്? ആരായാലും അവന്റെ കുടുംബത്തിൽ കയറി വെട്ടു ഞാൻ. ജീവ, അവൾക്ക് അമ്മയോട് പറയാനുള്ളത് അമ്മയോട് പറയട്ടെ. അതെന്താ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ? നിങ്ങളുടെ ചോദ്യത്തിന് ഉദ്ദേശശുദ്ധി ഇല്ലാത്തതുകൊണ്ടാ അവൾ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത്. അവള് പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ അതോടെ പ്രശ്നങ്ങൾ തീരുമല്ലോ. അമ്മേ, അറിഞ്ഞോണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ. അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യങ്ങളും ഞാൻ മറന്നു പോയിട്ടുമില്ല. അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല. ഇത്രയും നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്ന അമ്മയെ മാനം കെടുത്താൻ എനിക്ക് പറ്റില്ല അമ്മ. എന്നെ വെറുക്കല്ലേ അമ്മ. അമ്മ എന്നെ വെറുത്താൻ ഞാൻ ചത്തുകളയും. സത്യമായിട്ട് ഞാൻ ചത്തുകളയും.
എടി കാൽക്കലിരുന്ന് കരഞ്ഞ അമ്മയുടെ കണ്ണു നിറച്ചു. പക്ഷെ എവിടെയാ പോയെന്ന് ഇവള് ഇതുവരെ പറഞ്ഞോ? പറ. ദീപയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ വീട്ടിൽ വെച്ചായിരുന്നു പാർട്ടി. മദ്യപിക്കുമെന്ന് ചോദിച്ചപ്പോ ശീലമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആരും ജ്യൂസില് ഞാൻ അറിയാതെ മദ്യം ചേർത്ത് തന്നു. ഞാനത് കുടിച്ചും പോയി. അതാ സംഭവിച്ചത്. എന്നാൽ അവളുമാരെ ഒന്ന് കാണണമല്ലോ. നിന്നെ ഈ കണ്ടീഷനിൽ ഇറക്കി വിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് കൂടെ പോലും വരാൻ വേണ്ടി ചോദിക്കാത്തവളുമാരെ ഒന്ന് കാണണം. അതൊന്നും ചോദിക്കാൻ നീ പോണ്ട. പല പാർട്ടികളിലുണ്ട് ഇത്തരം കുസൃതികളൊക്കെ. കൊള്ളാമേ. അപ്പൊ ഇതിലും കൂടിയ കാര്യങ്ങള് ഇവളിന്ന് പ്രതീക്ഷിക്കല്ലേ? അല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മാത്രമാണല്ലോ ഇവിടെ തെറ്റ്. അമ്മേ, എന്നോട് പൊറുക്കമ്മേ. ഇനി അമ്മയോട് പറയാതെ ഞാൻ ഒരിടത്തും പോവില്ല, ഒരു കാര്യവും ചെയ്യില്ല. നീ പ്രായപൂർത്തിയായ കുട്ടിയാണ്. സ്വന്തം തീരുമാനപ്രകാരം എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ ചെയ്യുന്നത് സത്യമായിരിക്കണം, അന്തസ്സുള്ളതായിരിക്കണം. അതൊരിക്കലും മോള് മറക്കാതിരുന്നാ മതി. പെണ്ണുങ്ങളെ പറഞ്ഞു തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ തോൽക്കില്ലെന്ന് പെണ്ണ് സ്വയം തീരുമാനിക്കണം. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്റെ മോള് ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.